ബഹുമാനപ്പെട്ട അധ്യക്ഷനും ദേവദാസനും കൂടി വന്ന എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി ഒരു കഥ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസി, തിമോത്തി എന്ന പേര്, വിശ്വാസി ഉണ്ടായിരുന്നു. ബട്ട് അവൻ ഒരിക്കലും ചർച്ചിൽ പോകത്തില്ല, ചർച്ചിൻ്റെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവത്തില്ല, ചർച്ചിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാൾ. കാരണം മറ്റൊന്നുമല്ല, ജോലി തിരക്കും ഓവർ ഡ്യൂട്ടിയും ഒക്കെ ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് ചർച്ചിൽ ഇൻവോൾവ് അല്ലാത്ത ഒരാൾ. അപ്പോൾ കുറേ നാളായിട്ട് അവൻ ചർച്ചിൽ പോയിട്ടില്ല. ഒരു ദിവസം ഓഫ് കിട്ടിയാണ് കോസ്കോയിൽ സാധനം വാങ്ങാൻ പോയപ്പം പാസ്റ്ററിനെ ഫ്രണ്ടിൽ കണ്ടു. അപ്പോൾ പാസ്റ്ററിനോട് പോയി സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന സമയം കൊണ്ട് പാസ്റ്റർ അവനെ കണ്ടു. ഞങ്ങൾ കണ്ട സ്ഥിതിക്ക് പോയി സംസാരിക്കാം. പോയി സംസാരിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, തിമോത്തിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ, ചർച്ച വരാറില്ലല്ലോ, എല്ലാം ഓക്കെ ആണോ, എന്തോ പറ്റി? അപ്പോൾ അവൻ പറഞ്ഞു, പാസ്റ്റർ കുഴപ്പമൊന്നുമില്ല, ജോലി തിരക്ക് കാരണം എനിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ സംസാരിക്കുമ്പോഴും സമയം നോക്കുന്നു, അങ്ങോട്ടില്ല ഇങ്ങോട്ടെല്ലാം നോക്കുന്നു. അപ്പോൾ ഇവന് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പാസ്റ്ററിന് മനസ്സിലായി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ശരി എന്നാ നടക്കട്ടെ. പാസ്റ്റർ തിരിഞ്ഞു. അതുകൊണ്ട് വീണ്ടും അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, തിമോത്തി, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവം നിന്നെ സ്നേഹിക്കാൻ നീ ദൈവ പൈതലാണ്. ഇത്രയും പറഞ്ഞിട്ട് പാസ്റ്റർ പോയി. അവൻ സാധനം എല്ലാം വാങ്ങി വീട്ടിൽ വന്നു. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞ കാര്യം അവൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നുമില്ല. പാസ്റ്റർ എന്തുകൊണ്ട് അത് പറഞ്ഞത്, ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ ബൈബിൾ എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ച് ബൈബിളിലെ പൊടിയെല്ലാം തട്ടി ബൈബിൾ എടുത്ത് അവൻ വായിച്ചു തുടങ്ങി. അങ്ങനെ സ്ഥിരം ബൈബിൾ വായിച്ച് വചനത്തിലെ കാര്യങ്ങൾ പഠിക്കുകയും സഭയിൽ അവൻ ഒന്നുകൂടി ഇൻവോൾവ് ആകുകയും സഭയുടെ കാര്യങ്ങൾക്ക് അവൻ വരാം, എല്ലാ മീറ്റിംഗ് വരികയും അവൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പം ഈ ചേഞ്ച് എന്തുകൊണ്ട് അവൻ്റെ ലൈഫിൽ വന്നത്? കുറ്റബോധമായിരുന്നോ? ചർച്ചിൽ പോകാത്തതിൻ്റെ കുറ്റബോധമായിരുന്നെങ്കിൽ അത് നേരത്തെ വന്നതന്നെ. പാസ്റ്ററിനെ കണ്ടതിൻ്റെ ഒരു നാണം കൊണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ആയിരുന്നില്ല, അവന് നേരത്തെ ചർച്ചിൽ പോകായിരുന്നു. അവൻ്റെ ലൈഫിൽ ആ ചേഞ്ച് വരാനുള്ള കാര്യം പാസ്റ്റർ അവനോട് പറഞ്ഞത്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, നീ ദൈവത്തിൻ്റെ പൈതലാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ഹിസ് ഐഡൻറ്റിറ്റി. അവൻ്റെ ലൈഫിലെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൽ അവൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ്റെ ലൈഫിലെ ബിഹേവിയർ മാറി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഷോർട്ട് മെസ്സേജിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ടൈറ്റിൽ, ഹൂ വി ആർ ഡിഫൈൻസ് ഹൗ വി ലിവ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ആരാണോ അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കുന്നതോ അത് ഇതിനെ ഡിഫൈൻ ചെയ്യും, സ്ട്രക്ചർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു സോൾജറിനെ കണ്ട സമയത്തിന് ഇന്നേക്കും നല്ലോണം ഡിസിപ്ലിൻഡ് ആണ്, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യും, യുദ്ധത്തിന് പോകാൻ പറഞ്ഞാൽ ഫുൾ ടൈം റെഡിയാണ്, അതൊരു സോൾജറാണ്. ഇപ്പോൾ ഒരു UK സിറ്റിസൺ ആണെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, വണ്ടി ഓടിക്കാനായിട്ടുള്ള റൂൾസ് ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്യും, ടാക്സ് പേ ചെയ്യും, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അത് ആളുടെ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റോബിൻ അച്ചായൻ നമ്മുടെ ചർച്ചിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ കോർഡിനേറ്റർ എന്ന ഐഡൻറ്റിറ്റിയിൽ അച്ചായന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് അച്ചായൻ ചെയ്യുമ്പോഴാ കോർഡിനേറ്റർ ആണ് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നത്, റൈറ്റ്? അച്ഛൻ ചെയ്യുമ്പോൾ, അപ്പം ചെയ്യാത്ത കോർഡിനേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഐഡൻറ്റിറ്റി ഡസൻ സൂട്ട് ഹിം. അച്ഛനല്ല ഞാൻ പറഞ്ഞു, ഹി ഡസ് ഇറ്റ്. സിമിലർലി ക്രിസ്തുവിൽ നമുക്ക് കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ആ നിമിഷം തൊട്ട് പല ഐഡൻറ്റിറ്റി നമുക്ക് ക്രിസ്തുവിനുണ്ട്. പക്ഷേ ആ ഐഡൻറ്റിറ്റീസിന് തക്കമായിട്ടുള്ളൊരു ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? അത് ഇന്ന് ചെറിയ രീതിയിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഐഡൻറ്റിറ്റി നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നോർമലായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്നാനപ്പെട്ട് നമ്മൾ വരുമ്പരേ കേൾക്കുന്ന ഒരു കാര്യമാണ്. പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണെന്ന്. പുതിയ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്നലെ വരെ ഞാൻ കറുത്ത ഡ്രസ്സ് ഇട്ടു, ഇന്ന് ഞാൻ വെള്ള ഡ്രസ്സ് ഇടും, അങ്ങനെ അല്ലല്ലോ. അതിൻ്റെ അർത്ഥം അതല്ലല്ലോ. നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമാണ്. ഇത്രയേ ഉള്ളൂ, ക്രിസ്തുവിനോട് പറ്റി ജീവിക്കണം, ക്രിസ്തുവിൽ വേരുണ്ണി വളരണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ബട്ട് ജോൺ ചാപ്റ്റർ 15, യോഹന്നാൻ 15 അതിൻ്റെ 3-4 പറയുന്നുണ്ട്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരാൾ നമ്മളിൽ വസിക്കുവാണെങ്കിൽ ആ ആളുടെ സ്വഭാവം നമ്മൾ കാണിക്കും. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്തുവായിരുന്നു? ക്ഷമിക്കുക, സ്നേഹിക്കുക, ഇതൊക്കെയായിരുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവം. നമ്മളൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടുള്ളൂ ക്ഷമിച്ചിട്ട് അവരോട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ
അത് നമ്മുടെ ആ ഐഡൻറ്റിറ്റിക്ക് മാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റൊരാൾ മോട്ടിവേറ്റ് ആവണം. നമ്മുടെ സ്വഭാവം കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം സഭയിൽ വരുന്നവർ വരാതിരിക്കില്ല, അങ്ങനെ ആവല്ലേ. നമ്മുടെ സ്വഭാവം കാരണം നമ്മുടെ ഒരു സംസാരിക്കുന്ന രീതി, നമ്മൾ പ്രവർത്തിക്കുന്ന രീതി, ഇത് കണ്ട് മറ്റുള്ളവർ നമ്മളിൽ കൂടെ ക്രിസ്തുവിനെ കാണണം. ഇതാണ് ന്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ ദൈവത്തിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി ദാറ്റ് ഐ ലൈക്ക് ടു ഡിസ്കസ് ഇസ് നമ്മൾ ദൈവമക്കളാണ്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പുത്രത്തിൻ്റെ അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് അപ്പ പിതാവെ നമുക്ക് ഏത് സമയത്ത് ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാം. ഫൈൻ. ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ മോളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എനിക്ക് പപ്പയും മമ്മിയോട് നല്ല സ്നേഹമുണ്ട്. അവർ പറയുന്നത് അനുസരിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ എനിക്ക് പപ്പയും മമ്മി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. സിമിലർലി നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾ മക്കളാണെന്ന് പറയുമ്പം ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുക, അനുസരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ലവ് വൺ അനദർ. മറ്റുള്ളവരെയും നിങ്ങളെപ്പോലെ സ്നേഹിക്കുക. മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അവിടെ സങ്കടങ്ങൾ കാണുമ്പം അത് ഷെയർ ചെയ്യുക, പ്രേ ഫോർ ദം. അവിടെ സന്തോഷം കാണുമ്പം അതിൽ ഇൻവോൾവ് ആവുക. അവർക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഇഫ് വി ആർ എ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ക്രിസ്തുവിൽ നമ്മൾ ദൈവമക്കളാണെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ദൈവം 1 പത്രോസ് 1:14 പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ബീയിങ് ഹോളി ഇസ് വൺ ഓഫ് ദ പ്രൈം ക്യാരക്ടറിസ്റ്റിക് ഓഫ് അവർ ഗോഡ്. ദൈവം വിശുദ്ധിയെ ത്യജിച്ചൊന്നും ചെയ്യാറില്ല. വിശുദ്ധി അത് ദൈവത്തിന് ഒരുപാട് ഡിയർ ആയുള്ള ഒരു കാര്യമാണ്. അങ്ങനാണെങ്കിൽ ദൈവമക്കളായ നമ്മൾ ദൈവത്തെ അബ്ബാ പിതാവേ അല്ലെങ്കിൽ പിതാവേന്ന് നമ്മൾ വിളിക്കുമ്പം ആ വിശുദ്ധിയുടെ കാര്യം എപ്പോഴും, അതിപ്പോൾ ചർച്ച വരുമ്പോൾ മാത്രമല്ല, നമ്മളൊരു കൂട്ടായ്മ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോലും, ആരും നമ്മളെ കാണുന്നില്ല കേൾക്കുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ പോലും വിശുദ്ധിയെ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. മൂന്നാമത്തെ ഒരു ഐഡൻറ്റിറ്റി, വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യുണീക്കാണ്. എല്ലാവർക്കും ദൈവം ഓരോരോ പർപ്പസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്ന പർപ്പസ് അല്ല നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതല്ല വേറൊരാൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ദൈവം ഒരു പർപ്പസ് എന്നിട്ട് ആ ഭൂമിയിലാക്കിയേക്കുന്നത്. ആ പർപ്പസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. The day we recognize what our purpose is in Christ, that's the day we will recognize our true identity. ദൈവം നമ്മൾ ഏത് ഉദ്ദേശത്തോടാണ് ഭൂമിയിലാക്കിയേക്കുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അന്ന് ക്രിസ്തുവിൽ നമ്മുടെ റോൾ എന്താണോ, സഭയിൽ നമ്മുടെ റോൾ എന്താണോ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ റോൾ എന്താണോ നമ്മൾ തിരിച്ചറിയും. അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. സ്വർഗത്തെ സിറ്റിസൺ ഓഫ് ഹെവൻ, പൗരോഹിത്യം, നമ്മുടെ പൗരോഹിത്യം സ്വർഗത്തിലാണ്. റൈറ്റ്? അപ്പം യു കെയിലെ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ നേരത്തെ, ഇപ്പോഴത്തെ റൂൾസ് മാറി, 5 വർഷം നിൽക്കണം, ILR എഴുതണം, പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ആവണം, അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാത്ത ഒരാൾക്ക് UK സിറ്റിസൺ ആവാൻ പറ്റത്തില്ല. സിമിലർലി ഹെവൻലി സിറ്റിസൺ അല്ലെങ്കിൽ വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഫോക്കസ് എവിടെ ആയിരിക്കണം? ഉയരത്തിലുള്ളതായിരിക്കണം, ഭൂമിയിലുള്ള കാര്യങ്ങളല്ല. ഭൂമിയിൽ നടക്കുന്നത് യെസ് ഇറ്റ് മാറ്റേഴ്സ്, ബട്ട് അവർ ഫോക്കസ് ഷുഡ് സോൾലി ബി ഓൺ ഹെവൻ ആൻഡ് ഹെവൻലി തിങ്സ് ഓൺലി. നമ്മൾ ഫിലിപ്പിയർ 1:27 വായിക്കുവാണെങ്കിൽ, ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രകാരമുള്ള ഒരു ജീവിതമായിരിക്കണം. സുവിശേഷം എന്തുവാ പറയുന്നത്, നമ്മൾ ഏത് സുവിശേഷമാണോ പറയുന്നത് അതിന് മാച്ച് ചെയ്യുന്ന, അതിനെ പാരലലായിട്ട് പോകുന്ന ഒരു ജീവിതം വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഇപ്പം യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം ഇതെല്ലാം ക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ സമയത്ത് നടക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ പോയി ദൈവസന്നിധി എന്ന് പ്രാർത്ഥിക്കുമ്പം യുദ്ധം നടക്കല്ലേ എന്നാണോ ഒന്ന് പ്രാർത്ഥിക്കുന്നത്, അതോ ദൈവമേ ഇതിൻ്റെ പിന്നിലുള്ള നിൻ്റെ ഹിതം എന്താണോ അത് നിറവേറണമേ എന്തുവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ദൈവമേ ആളെ സ്ഥാനത്തുനിന്ന് മാറ്റണമേ എന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതോ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ബലം ഞങ്ങൾക്ക് തരണമേ എന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സിറ്റിസൺസ് ഓഫ് ഹെവൻ ആണെങ്കിൽ
അതിന് പറ്റിയ, അതിന് വർത്തിയായിട്ടുള്ള ഒരു ബിഹേവിയർ, അതിന് വർത്തിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ വി ആർ ടോട്ടലി ഫ്രൂട്ട്ലെസ് ഇൻ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പലരെ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം, ചർച്ചിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഇഫ് യു ആർ നോട്ട് വർത്തി ടു ബി കോൾഡ് ദ സിറ്റിസൺ ഓഫ് ഹെവൻ, ഓൾ യുവർ ഡീഡ്സ് ആർ ഫ്രൂട്ട്ലെസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വെറുതെ ആയിപ്പോവും. സോ നമ്മളിന്ന് നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, നമ്മൾ ക്രിസ്തുവിൽ ആരാ? നിങ്ങളെല്ലാം ഇഫ് യു ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ ക്രിസ്തുവിൽ ആരാ? നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി, ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ക്രിസ്തുവിൽ ഇന്ന ആളാണെന്ന് നമ്മളോട് തന്നെ മറുപടി കിട്ടുവാണെങ്കിൽ ആ മറുപടിക്ക് തക്കതായൊരു ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ നമ്മുടെ ജീവിതം നമ്മുടെ ചുറ്റുപാടുമുള്ള സർക്കംസ്റ്റാൻസസും അല്ലെങ്കിൽ സാഹചര്യങ്ങളാണോ നിയന്ത്രിക്കുന്നത്? വീണ്ടും പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അവർ സർക്കംസ്റ്റാൻസസ് ഡസൻ ഡിഫൈൻ അവർ ആക്ഷൻസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സിറ്റുവേഷൻ അനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും, ഏത് സിറ്റുവേഷനാണെന്ന് പറഞ്ഞാലും, നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് പറ്റിയതൊന്നും ആയിരിക്കണം ഇവിടെ ലൈഫിൽ എപ്പോഴും നമ്മൾ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഏത് സർക്കംസ്റ്റാൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചാർലി കിർക്കിനെ കൊന്ന കാര്യം, ഷൂട്ട് ചെയ്ത കാര്യം, അത് വളരെ കേസ് ഇഷ്യൂ ആയിരുന്നു. അതിനെക്കാട്ടും ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നുണ്ട് എൻ്റെ വൈഫിൻ്റെ ടെസ്റ്റിമണിയാണ്. ആ ഷൂട്ട് ചെയ്യുന്ന ആളിനെ ഞാൻ ഫോർഗീവ് ചെയ്യുന്നെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അവൾക്കത് അത്രയും ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് പറയാൻ വളരെ പാടാണ്. എങ്കിലും അവളത് പറഞ്ഞു. ഷീ ഈസ് എക്സാക്ട്ലി റിഫ്ലക്റ്റിംഗ് വാട്ട് ഗോഡ് ഡിഡ് ഓൺ ദ ക്രോസ്. ദൈവം എന്തോ പറഞ്ഞത്, ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്, സോ പ്ലീസ് ഫോർഗീവ് ദം. അവരോട് ക്ഷമിക്കണേ എന്ന ദൈവം ക്രൂശി കണ്ട് പറഞ്ഞത്. അതേ സ്വഭാവം, അതേ കാര്യം അവളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു. നമ്മളാണേലും നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എത്ര ബുദ്ധിമുട്ടുള്ളതുമായിരിക്കട്ടെ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറം ദൈവം ഒരിക്കലും തരത്തില്ല. തന്നാലോ അത് താങ്ങാനായിട്ടുള്ള ബലവും കൃപയും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ കൃപയിലും ബലത്തിൽ ആശ്രയിച്ച് ഒരു നല്ല ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.